ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മളൊരു സീരീസ് ഓഫ് സ്റ്റഡീസ് അവസാനിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അനേകം ആളുകൾ പല സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതുകൊണ്ടും അതിനുത്തരം പറയുക എന്നുള്ളത് കൂടെ ശുശ്രൂഷാപരമായി വചനം പഠിപ്പിക്കുന്നവരുടെ ബാധ്യതയായതുകൊണ്ടും ഉത്തരവാദിത്തമായതുകൊണ്ടും ഇന്നും നാളെയും നമ്മൾ ഇതേ ചോദ്യോത്തര പരിപാടികൾ തുടരുകയാണ്. ഇന്ന് ഈ ചോദ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചോദിക്കുന്നതിന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് തൊടുപുഴയിലുള്ള ലോക്കൽ സഭയിലെ ശുശ്രൂഷകനായ ജിജോ കെ ജോയിയാണ്. ഈ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ഒരു കുതിച്ച് കയറ്റമില്ലാത്തത്? പ്രത്യേകിച്ച് സാമ്പത്തികം, എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, രോഗം, കടം, അങ്ങനെയുള്ള പല മേഖലകളിലും ആളുകൾ ഒരു വിടുതലില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും ഇങ്ങനെ പല ശുശ്രൂഷകരും ഇങ്ങനെ പറയുന്ന കേൾക്കാം, ജീവിതത്തിൽ ഒരു ശാപമുണ്ട്. ഈ ശാപം മുറിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ ഒരു ശാപം, രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ശാപം നിൽക്കുന്ന ഒരു കാര്യമുണ്ടോ? ഓക്കെ, അതായത് പഴയ നിയമത്തിൽ കർത്താവ് കൽപ്പനകൾ കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിൻ്റെ തലമുറകളിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ദാവീദ് ചെയ്ത പാപം പിന്നീട് ദാവീദിന് തൻ്റെ തലമുറയെ പിന്നീട് ബാധിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ എവിടെ നോക്കുമ്പോഴും നമുക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 29, 30, 28, 29, 30 ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാനൊരു പുതിയ നിയമം ഇസ്രായേലുമായിട്ട് ചെയ്യുവാൻ പോകുന്നു. അപ്പം അത് യേശുക്രിസ്തുമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇനി ആരും അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു എന്ന് വിചാരിച്ച് മകൻ്റെ പല്ല് പുളിച്ചു എന്ന് പറയരുത്. പാരമ്പര്യ ശാപങ്ങൾ ഇനി ഉണ്ടാവുകയില്ല. ഓരോരുത്തരും അവനവൻ്റെ പാപത്തെ പ്രതിയാണ് മരിക്കുന്നത്. അങ്ങനെ ഇനി മേലാൽ നിങ്ങളുടെ ഇടയിൽ പറയരുതെന്ന് കർത്താവ് പുതിയ നിയമത്തെ സംബന്ധിച്ച് ഓൾറെഡി പ്രവചിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പം ഇനി ഒന്നും ചെയ്യാനില്ല, പൂർത്തിയായി, ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. അതായത് ചേസ് എന്ന് പറയുന്ന എനിക്ക് രക്ഷിക്കപ്പെടാൻ, സ്വർഗത്തിൽ ചെല്ലാൻ വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് ആ കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കി. അപ്പോൾ ആ പൂർത്തിയാക്കി, ടെറ്റലസ്റ്റായി, നിവൃത്തിയായി എന്ന ആ വാക്കിനകത്ത് നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാം ഉൾപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാപങ്ങളെല്ലാം ബേസിക്കലി വന്നത് നമ്മുടെ വലിയപ്പൂപ്പനായ ആദമിൽ നിന്നാണ്. അപ്പോൾ ആദമിൽ നിന്ന് വന്ന ഈ ശാപങ്ങൾ നമ്മുടെ തലമുറകളായി, അപ്പോൾ വേറെ എന്ത് ശാപം ഇതിനിടയ്ക്കുണ്ടായാലും ഇതെല്ലാം ബേസിക്കലി ആദമാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി. അപ്പോൾ ഒടുക്കത്തെ ആദമായി വന്ന കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ പാപത്തെ എടുത്തു മാറ്റി എന്ന് മാത്രമല്ല, ആ പാപത്തിൻ്റെ ശിക്ഷാവിധിയെ, അത് ഈ ലോകത്തുള്ള ശിക്ഷാവിധി ആയാലും നിത്യമായ ശിക്ഷാവിധി ആയാലും, കർത്താവ് ഒരു പാപത്തിനും ശിക്ഷിക്കാത്ത രീതിയിൽ നമ്മെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ ശിക്ഷയെല്ലാം അവൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചു. അതോടുകൂടി ആ ക്രൂശിലെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരുവിധ ശാപവും അവനെ പിന്നീട് പിന്തുടരുന്നില്ല. എന്തുകൊണ്ട് പിന്തുടരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്തുടരുന്നതായി തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പലപ്പോഴും സാത്താൻ ആയുധമാക്കി എടുക്കുന്നത് മനുഷ്യരുടെ തെറ്റായ വിശ്വാസമാണ്. ഇപ്പോൾ ചില സമയത്ത് സാത്താനെ നിങ്ങൾ വലുതായി കാണും, അയ്യോ സാത്താൻ്റെ പോരാട്ടമാണ്, അയ്യോടെ അവിടെ ആ വീട്ടിൽ കയറരുത്, ആ വീട്ടിലെ അടുക്കളയിൽ പ്രശ്നമാണ്, ബെഡ്റൂമിൽ പ്രശ്നമാണ്, അതിങ്ങനെ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടോ, അവരുടെ വീട് മുഴുവൻ പൊളിച്ചു കളഞ്ഞു, ഒരു പ്രവാചകൻ പറഞ്ഞിട്ട്, അവിടെ എന്തോ പോരാട്ടമാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് തിരിച്ച് ചെറിയൊരു ഒരു ഒരു കുടിസ് വീടുണ്ടാക്കി അതിനകത്ത് ഇപ്പോൾ താമസിക്കുക. അവർ ഉള്ള കയ്യിലെ പൈസ മുഴുവൻ തീർന്നു. ഇത് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവത്തിന് കീഴടങ്ങാത്ത ഒരാത്മാക്കളും ലോകത്തില്ല, ഒരു ശാപവും അവശേഷിക്കുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് ലഭിച്ച ഒരാളെ സംബന്ധിച്ച് അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തനാണ്, എല്ലാ ശാപങ്ങളിൽ നിന്നും വിമുക്തനാണ്. പിന്നെ പലർക്ക് തോന്നാൻ കാരണം അവർക്ക് കിട്ടിയ തെറ്റായ ഫീഡിങ്ങാണ്, തെറ്റായ പ്രസംഗങ്ങൾ.
അതായത് ക്രിസ്തു കാൽവരിയിൽ പൂർത്തീകരിക്കാത്തത് ഞാനൊരു ശാപമുറിക്കൽ ശുശ്രൂഷകളുടെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് എന്ത് അടിസ്ഥാനമാണ് ഇതിനുള്ളത്? ഈ ശാപം മുറിക്കാൻ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം ശാപം ഏറ്റെടുക്കുമോ? ഇല്ലല്ലോ. ശാപം അങ്ങനെ ഒരു വാക്കുകൊണ്ട് ശാസിച്ച് കളയാമെന്ന് എവിടെയാണ് വേദപുസ്തകത്തിലുള്ളത്? അപ്പോസ്തലന്മാർ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പൂർണ്ണമായും വിശ്വസിക്കണം, ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണമായും വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലുള്ളവൻ പിന്നെ അടിമയല്ല, അവൻ ഫ്രീ ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് പല ആൾക്കാർ ശാപത്തിലാണെന്ന് വിചാരിക്കുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക വിടുതലില്ല, രോഗങ്ങൾ വരുന്നു എന്നിങ്ങനെയുള്ള കാരണങ്ങളാലാണ്. പക്ഷേ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമെന്ന് വിചാരിച്ചോ? ഈ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താവുന്ന ബൈബിളിൽ എവിടെയാണ്? പുതിയ നിയമത്തിൽ എവിടെയാണ് വാഗ്ദത്വം? പുതിയ നിയമത്തിലെ ഉടമ്പടി പ്രകാരം അങ്ങനെ ഒരു വാഗ്ദത്വം ഇല്ല. ഒറ്റ വാഗ്ദത്വമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തന്നിരിക്കും, ആഹാരം, വസ്ത്രം, ജീവിക്കാനുള്ളത്, പിന്നെ നിത്യരക്ഷ തരും. ഇതൊക്കെ വാഗ്ദത്വമാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ച് തരാമെന്നോ, നിങ്ങൾക്ക് നല്ല ജോലി മേടിച്ച് തരാമെന്നോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് തരാമെന്നോ, വീട് വെച്ച് തരാമെന്നോ ഒരു വാഗ്ദത്വമില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങളിലൂടെ നിങ്ങൾക്ക് മനുഷ്യർ ഈ വാഗ്ദത്തങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഈ വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭിക്കും, അത് ദൈവം തരുന്നതാണ്. ദൈവം തരുന്നതല്ല, മനുഷ്യർ തരുന്നതാണ്. കുറേ നാൾ നടക്കാതാകുമ്പോൾ അവർ പറയും, ശാപം നിങ്ങൾക്ക് എന്തോ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ലഭിക്കാത്തത്. ഇത് മതത്തിൻ്റെ ഒരു ടെക്നിക്കാണ്. എപ്പോഴും മതം ചൂഷണമാണ്. അത് ഏത് പേരിൽ വന്നാലും, ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്നാലും മതം ഒരു എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണമാണ്. എങ്ങനെയാണ് ഒരു മതത്തെയും വിശ്വാസത്തെയും തിരിച്ചറിയുന്നത്? മതം എന്ന് പറയുന്ന ഇടനിലക്കാരുണ്ടായിരിക്കും. ഇടനിലക്കാരില്ലാതെ ഒരു മതത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ലോകത്തിൽ ഏത് മതമായാലും ദൈവത്തെയും മനുഷ്യരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളുടെ ശാപം ക്രിസ്തു മാറ്റുന്നില്ല, നിങ്ങൾ വിചാരിച്ചിട്ട് മാറുന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഇടനിലക്കാരൻ വരണം, ശക്തനായൊരു ഇടനിലക്കാരൻ. അതാണ് ഈ മതത്തിൻ്റെ ലക്ഷണം. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ദൈവം ഡയറക്റ്റ് കേൾക്കാതിരിക്കുമ്പം നിങ്ങളൊരു ഇടനിലക്കാരനെ വിളിക്കുന്നു. ആ ഇടനിലക്കാരനെ നിങ്ങൾ വിളിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങളൊരു മതത്തിൻ്റെ പിന്നാലെ പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ സ്വതന്ത്രരല്ല എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണെങ്കിൽ ധൈര്യമായി ഏത് സമയത്തും കൃപാസനത്തിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടെന്നാണ്. ആ അധികാരമുള്ളയാൾ എങ്ങനെയാണ് ശാപത്തിന് അടിമയാകുന്നത്? അങ്ങനൊരു സിറ്റുവേഷനെ ഒതുക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും, കഷ്ടതയായിരിക്കും. അതിൻ്റെ കാരണം ശരിയായ വിശ്വാസത്തിലേക്ക് ഈ തെറ്റായ വിശ്വാസങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് രക്ഷാകരമായ വിശ്വാസത്തെ ആസ്വദിക്കാനോ അത് വെച്ച് സമാധാനം പ്രാപിക്കാനോ കഴിയാത്തത് കൊണ്ടാണ് മുമ്പോട്ട് പോകാൻ കഴിയാത്തത്. നമ്മൾ രക്ഷയെക്കുറിച്ച് പരിജ്ഞാനത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പിശാചിനെ മഹത്വപ്പെടുത്തുവാണ്, പിശാചിനെ ഉയർത്തി പറയാം. അവൻ്റെ ശക്തി ഭയങ്കരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിശാച് നിങ്ങളെ വിട്ടു പോകും. അവനത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരാവുക, വിട്ടുകളയുക. ഈ പിശാചിനെ വെച്ച് നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന മതത്തിൻ്റെ ഇടനിലക്കാരെ ഒഴിവാക്കുക, അവരെ വീട്ടിൽ കയറ്റാതിരിക്കുക, നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. നമ്മൾ പലപ്പോഴും ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അന്വേഷണ ഒരു ത്വരയുള്ള മനുഷ്യർ. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോക്കൽ കേരളത്തിലുള്ള അല്ലെ പുറത്തുള്ള പല ശുശ്രൂഷകന്മാരുടെയൊക്കെ മെസ്സേജ് കേട്ടിട്ടൊന്നും ഒരു വ്യത്യാസവും വരാതെ വരുമ്പം ഇവർ പലതരം ബുക്കുകളിലേക്കും, നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമാണ് ശാപത്തിൻ്റെ ശക്തികളുണ്ട് എന്നുള്ള പലതരം ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം ബുക്കുകൾ വായിക്കുകയും അതുമാത്രമല്ല നമ്മുടെ ഇടയിൽ അനേകം ഈ ശാപമുക്തി ശുശ്രൂഷകർ ഈ പുതിയ യുഗത്തിൽ ഒത്തിരി പേര് മുളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഓതൻറ്റിസിറ്റി എന്താണ്? എങ്ങനെയാണ് നമ്മളൊരു ദൈവത്തിൽ നിന്നുള്ള ഒരു ശുശ്രൂഷകനാണോ? ഇതിൻ്റെയൊക്കെ ഓതൻറ്റിസിറ്റി എങ്ങനെ നമുക്കൊരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ പറ്റും തെറ്റിപ്പോകാതെ? ഓക്കെ, ഒന്നാമത്തെ കാര്യം, എഴുതപ്പെട്ടിരിക്കുന്ന പ്രിൻ്റ് ചെയ്തിരിക്കുന്ന എല്ലാം സത്യമാണ് എന്ന് ചിന്തിക്കരുത്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളെ ആദ്യം പഠിപ്പിക്കാൻ വന്ന ഞങ്ങൾ ക്ലാസ്സിലേക്ക് വന്ന സാർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു: ഡു നോട്ട് ട്രസ്റ്റ് എവറിത്തിങ് റിട്ടൺ ആൻഡ് പ്രിൻറ്റഡ്. കാരണം നമ്മുടെ കയ്യിലേക്ക് ഒരു ബുക്ക് കിട്ടുമ്പോൾ ഇത് വിവരമുള്ളവനായിരിക്കും എഴുതിയേക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഏത് മനുഷ്യനും കാശ് കയ്യിലുണ്ടെങ്കിൽ പുസ്തകം അടിച്ചിറക്കാം. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളിലെ ലോജിക്ക് എത്ര കറക്റ്റായാലും നിങ്ങളത് വിശ്വസിക്കണമെങ്കിൽ അത് ബൈബിളിലെ വാക്യങ്ങൾ ബേസ്ഡ് ആയിരിക്കണം. പക്ഷേ ഒരു വാക്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നെല്ലാം കോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും ഇത് ബൈബിളിൽ നിന്ന് എടുത്താണെന്ന് തോന്നും. അതാണ് ഇവിടുത്തെ പ്രശ്നം. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇത് ബൈബിളിൽ നിന്ന് എടുത്താൻ തോന്നും, പ്രസംഗിക്കുമ്പോൾ ഇത് ബൈബിളിൽ നിന്ന് എടുത്താൻ തോന്നും. കാരണം ഇതെല്ലാം ബൈബിളിലെ പല ഭാഗത്ത് കിടക്കുന്ന വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ശുശ്രൂഷയെ വിവേചിക്കുന്നത് എങ്ങനെ? ഒരു മനുഷ്യൻ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷയെ വിവേചിക്കുന്നത് എങ്ങനെ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവ ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്തി ക്രിസ്തുവിൻ്റെ മഹിമകളിലേക്ക് നിങ്ങളെ നോക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ അയാളുടെ ഉള്ളിലുള്ള ആത്മാവിന് സാധിക്കുന്നുണ്ടോ?
ഇന്ന് കാണുന്ന കാഴ്ച അവർ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ അത് പറ്റുന്നുണ്ടായിരിക്കാം, കാരണം ബോധപൂർവ്വം ബുദ്ധിയിൽ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് കഴിഞ്ഞവർ പ്രസംഗിക്കുന്ന സമയത്ത് അവർ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ ബോധപൂർവ്വം 4 പോയിൻ്റൊക്കെ ഉണ്ടാക്കി ആർക്കും പറയാം. പക്ഷെ അത് കഴിഞ്ഞൊരു ആത്മാവിൻ്റെ തലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവരൊരു എക്സ്റ്റസിയിലോട്ട് ഇറങ്ങുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഒരു വാ തുറന്നാൽ നിനക്ക് വിടുതൽ, വിശാലമായ വഴി, ലോകം, മഞ്ഞു മൂടിയ സ്ഥലം, ഇതാ പറയാൻ പറ്റുള്ളൂ. ഇതൊരു വായിലത്തേ വരുള്ളൂ. അതിനിടയിൽ അവർക്ക് ക്രൂശിതനായ ക്രിസ്തു എന്നൊരു വാക്ക് പറയാൻ പറ്റത്തില്ല. ഞാനത് പലയിടത്തും ഒത്തിരി അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ പ്രവാചകന്മാരെന്ന് പറയുന്നവർ ബുദ്ധിയിൽ എത്ര ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയാലും അവരുടെ ഉള്ളിൽ ഒരു തെറ്റായ ആത്മാവ് വ്യാപരിക്കുന്ന സമയത്ത് അവർക്ക് യേശുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്യാനോ യേശുവിൻ്റെ ജീവനിലേക്ക് കാണിച്ചു കൊടുക്കാനോ പറ്റത്തില്ല. ലോകത്തെ ഉയർത്താനേ അവർക്ക് പറ്റുള്ളൂ. ആ സമയത്ത് ലോകത്തെ അവർ ഉയർത്തുള്ളൂ. ഏത് മനുഷ്യനോട്, എന്നോട് ഒരു പ്രവാചകൻ ഒരിക്കൽ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അപ്പം കർത്താവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പുള്ളി അവസാനം എന്നോടൊരു പ്രവചനം പ്രവചിച്ചു കഴിഞ്ഞപ്പം പറയുന്ന മുഴുവൻ, നിങ്ങൾക്ക് ഭയങ്കരമായ കഴിവുകളുണ്ട്, നിങ്ങൾ അത്തരം കഴിവുകൾ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, ഒരു കഴിവും ഇല്ലയെന്ന് മനസ്സിലായ ശേഷമാണ് കർത്താവ് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഷികമായതും ഡിമോണിക്കായതുമായ പലതരത്തിലുള്ള പ്രവചനങ്ങൾ ഈ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ശുശ്രൂഷകളെ വിവേചിക്കാൻ ഏറ്റവും നല്ല വഴി അവർ സ്പിരിച്വൽ മിനിസ്റ്റർ ചെയ്യുമ്പം, അതായത് ഫോർ എക്സാമ്പിൾ ശാപം മുറിക്കുന്നു, അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നു, അതിനിടയിലൂടെ സംസാരിക്കുന്നു, പ്രവചിക്കുന്നു. ഇതിനിടയിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, വീണ്ടെടുപ്പിനെക്കുറിച്ച്, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രബോധനമാക്കി ഇവരുടെ വായിൽ നിന്ന് വരികയില്ല. ഇത് ഞാൻ ചുമ്മാ പറയുന്നില്ല. എത്രയോ വർഷങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടോ എന്ന്. ഇല്ല. അതുതന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ടെസ്റ്റ്. യേശുക്രിസ്തുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്യാത്ത ഒരു സ്പിരിറ്റും ദൈവത്തിൽ നിന്നുള്ളതല്ല. അവർക്ക് യേശുക്രിസ്തുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ സ്പിരിറ്റിന് അത് പറ്റുന്നില്ല. ആ സ്പിരിറ്റ് അവരെ എപ്പോൾ ബാധിക്കുന്നോ അപ്പോൾ അവർ ഭയങ്കര പവർഫുള്ളായിട്ട് കാണപ്പെടും, ഭയങ്കര അന്യഭാഷ പറയും, ഭയങ്കര പ്രവചനങ്ങൾ നടത്തും, പക്ഷേ ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഇന്നത്തെ ചർച്ചുകൾ മിക്കവാറും ഇങ്ങനെയുള്ളവരെ കൊണ്ട് ഇൻഫെസ്റ്റഡ് ആണ്. ഇൻഫെസ്റ്റഡ് എന്നുള്ള വാക്ക് ഇത്തിരി ക്രൂരമാണ്, കാരണം അത് ബാധിക്കപ്പെട്ടത് ഈ രോഗാണുക്കൾ ഇൻഫെസ്റ്റ് ചെയ്തെന്ന് പറയുന്നിടത്തൊരു വാക്കാത്. ഇത് ഈ സഭകളെ വല്ലാതെ കീഴടക്കിയിരിക്കുകയാണ്, ക്രിസ്തു ഇല്ലാത്ത. അതിൻ്റെ ഫലം എന്താണ്? ഇന്ന് ഫ്രീ ചർച്ചുകൾ, അത് നമ്മൾ ഈ CSI ഒക്കെ വിട്ടിട്ട് നിങ്ങൾ പോകുന്ന ഈ ഫ്രീ ചർച്ചുകളുണ്ടല്ലോ, അവിടെ പോയി 2-3 മണിക്കൂർ ഇരിക്കുമ്പോഴും യേശുക്രിസ്തു എന്ന വാക്ക് അവർ പറയുന്നില്ല, പറയാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു സ്പിരിറ്റ് ഇവിടെ വ്യാപിച്ചിട്ട്, ലോകത്തിൻ്റെ സ്പിരിറ്റ് വ്യാപിച്ചിട്ട് യേശുക്രിസ്തുവിനെ അവിടെ ഇല്ലാതാക്കി, ഇൻസിഗ്നിഫിക്കൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്നോട് പലരും പറയാറുണ്ട്, ഇത്രയും വിമർശിക്കുന്നതിന് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ വിമർശിക്കുന്നത്. ക്രിസ്തു ഗ്ലോറിഫൈഡ് ആകാത്ത ഒരു സ്റ്റേജിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ എതിർത്ത് സംസാരിക്കുന്നുള്ളൂ. വേറെ ഒന്നിനെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പോയിൻ്റാണ് നമ്മൾ ഏറ്റവും വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, പ്രസംഗത്തിൽ എത്ര ആവേശം ഉണ്ടായാലും, ഫയർ കത്തിയാലും, ഇനി ലിറ്ററലി ആകാശത്ത് നിന്ന് തീ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടാലും വിശ്വസിക്കരുത്. കാരണം എല്ലാ ഫെനോമെനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ളതല്ല. ആത്മാവ് എപ്പോഴും ഇത്രയേ ഉള്ളൂ, ദൈവത്തെയാണ് ഉയർത്തുന്നത്, ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്. ക്രിസ്തുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്യാത്ത എല്ലാ സ്പിരിറ്റും റോങ് ആണ്. പലപ്പോഴും ഈ ശാപമുക്തി ശുശ്രൂഷയിലെ വിശ്വാസികൾ വിശ്വസിക്കാൻ കാര്യം, ഇത്തരം മീറ്റിങ്ങുകളിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ അവിടെ നടക്കും. അപ്പം നടന്നു കഴിയുമ്പോൾ ഇത്തരം മീറ്റിങ്ങുകളാണ് അവരെ അടുത്തൊരു ലെവലിലേക്ക്, അത്ഭുതങ്ങൾ എല്ലാവർക്കും നടക്കുന്നുണ്ടോ എന്നറിയില്ല, കുറച്ച് അത്ഭുതങ്ങളൊക്കെ നടക്കും. അതാണ് അവർ ഇത്തരം കാര്യങ്ങൾ പിന്നെയും നടത്താനും കൂടുതൽ ആളുകൾ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാനും കാരണമാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സത്യസന്ധത എങ്ങനെയാണ്? അതായത് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഒത്തിരിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെല്ലാം പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയുന്ന വിടുതൽ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്, ദുരാത്മാക്കൾ വിട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ക്രൂസൈഡുകൾ വഴിയുള്ള ഈ പരിപാടിക്കകത്ത് ഒത്തിരി മാനിപ്പുലേഷൻ ഉണ്ട്. ശരിക്കും കർത്താവ് ക്രൂസൈഡ് നടത്തി എല്ലാ ആൾക്കാരെ സൗഖ്യമായിക്കൊണ്ടിരുന്ന റോഡിലൂടെ നടന്നാണ്. അപ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർ, നേരിയ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ, നമ്മൾ ലൈഫിൽ ആരെയാണോ നേരിടുന്നത് അവരെയാണ് ശരിക്കും കർത്താവ് സൗഖ്യമാക്കിയത്. അപ്പോൾ ക്രൂസൈഡിൽ സൗഖ്യമാക്കരുതെന്നൊന്നും നിയമമൊന്നുമില്ല. ഞാൻ പറയുന്നത് അവിടെ സംഭവിക്കുന്നത് ഒരു സ്റ്റേജ് മാനിപ്പുലേഷൻ സംഭവിക്കാനുള്ള സാധ്യത ഒരു ക്രൂസൈഡിൽ കൂടുതലാണ്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു ചർച്ചിൻ്റെ ഏറ്റവും പുറകിലത്തെ ചെയറിൽ പോയി ഇരിക്കുകയെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ആ പാസ്റ്ററിന് ഒട്ടും ഇഷ്ടമില്ല, ഇയാൾ ഭയങ്കര അഹങ്കാരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ ഈ പാസ്റ്റർ നിങ്ങളെ നോക്കി പറയാണ്, ആ പുറകിരിക്കുന്ന തോമാച്ചാൻ എഴുന്നേറ്റൊന്ന് ഫ്രണ്ടിലോട്ട് വന്നിരുന്നേ എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ എഴുന്നേറ്റ് ഫ്രണ്ടിൽ വന്നിരിക്കും. കാരണം അതാണ് സ്റ്റേജ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. കാരണം
സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു സ്പെല്ലിന് കീഴിലോട്ട് കൊണ്ടുപോകാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്കറിയാം. അതുപോലെ ഇപ്പോൾ നടുവേദന മാറി എന്ന് പറയുമ്പോൾ ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറഞ്ഞ ഒത്തിരി രോഗങ്ങളുണ്ട്. സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് ഭയങ്കരമായ ഭാരമോ വേദനയോ ഉണ്ടാകുമ്പോൾ നടുവേദന, പുറംവേദന, തലവേദന, ഹൈപ്പർ ടെൻഷൻ, അതുകൊണ്ടുണ്ടാകുന്ന പല വയറുവേദന, ഓക്കെ, ഇതെല്ലാം ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആയിട്ട് വരാം. അത് ശരിക്കും സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൈക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡാണ്, സോമ എന്ന് പറഞ്ഞാൽ ബോഡിയാണ്. അപ്പോൾ ഈ ബോഡിയെ ബാധിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ. അപ്പോൾ അത് ഈ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്ന് കൈയടിച്ച് കഴിയുമ്പോൾ ഇത് പോയി ഞാനങ്ങ് വിശ്വസിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ മൈൻഡ് ഫ്രീ ആവുന്നതോടുകൂടി ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ തൽക്കാലം മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. അതല്ലാതെ തന്നെ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ തെറ്റായ ആത്മാവിലും നടക്കാം. നമുക്കത് വിവേചിക്കാൻ എളുപ്പമല്ല. ഇത് എല്ലാ അത്ഭുതങ്ങളെയും നമ്മൾ തെറ്റായിട്ട് നടന്നൊന്നോ നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തലവേദന മാറിയത് എനിക്കറിയാം എന്നൊക്കെ ചിലരിപ്പം ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുമായിരിക്കും. എത്ര അത്ഭുതങ്ങൾ എവിടെ നടന്നാലും നമുക്കൊരൊറ്റ ടെസ്റ്റേ ഉള്ളൂ എപ്പോഴും. അത്ഭുതങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല ടെസ്റ്റ്. ഉപദേശത്തിൽ യേശു ക്രിസ്തു, അവൻ്റെ മഹിമ, അവൻ്റെ രക്ഷ, നിത്യത. ഞാനൊരു വാക്ക് അത് ടെസ്റ്റായിട്ട് പറഞ്ഞാൽ അതിങ്ങനെയായിരിക്കും. ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പോൾ കർത്താവേ നിൻ്റെ അടുത്ത് വന്നാൽ മതി, നിൻ്റെ മുഖം കണ്ടാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ആത്മാവാണ്. അതേസമയത്ത് ലോകത്ത് കുറച്ചും കൂടി രസിച്ച് ജീവിക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ശരിക്കും ആത്മാവല്ല, അത് ലോകമാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവ്. അപ്പോൾ എത്ര അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം. അത്ഭുതങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്, എല്ലാ മതങ്ങളും അവകാശപ്പെടുന്നുണ്ട്. അത് എല്ലാം ട്രൂത്താണോ? എല്ലാം ട്രൂത്തല്ല. അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള മാനദണ്ഡമല്ല ഒരിക്കലും അത്ഭുതങ്ങൾ. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അത് എന്തുകൊണ്ടും ആകാം. ഒരുപക്ഷെ റീല് നടന്ന് കാണുമായിരിക്കാം. അതെല്ലായിടത്തും അങ്ങനെയുള്ള സാക്ഷ്യങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ ട്രൂത്ത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഉപദേശമാണ്, വചനമാണ്, ക്രിസ്തുവാണ്. ഹീ ഈസ് ദ ട്രൂത്ത് എന്നല്ലേ? യേശു ക്രിസ്തു തന്നെയാണ് സത്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് എത്തിക്കാത്തതെല്ലാം സത്യമല്ല. നമുക്കത് എറ്റേണൽ ട്രൂത്ത് വചന നമ്മൾ ജീവിതത്തിന് ആധാരമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളാൽ മാനിപ്പുലേറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പലരും അത്ഭുതം നടന്നു വിശ്വസിക്കുന്നതല്ലാതെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഈ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒന്ന്, 100 പേര് പ്രാർത്ഥിക്കുമ്പോൾ ബിസിനസ് അഭിവൃദ്ധിക്ക് വേണ്ടി 100 പേര് പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചോ, 10 പേരുടെ ബിസിനസ് നന്നായി. ഈ പ്രാർത്ഥിച്ചില്ലെങ്കിലും 100 പേരുടെ അടുത്ത് ബിസിനസ് തുടങ്ങിയാൽ 10 പേരുടെ ബിസിനസ് നന്നാവും. അത് ലോകത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് തന്നെ ശരിയാണ്. ഇവർ 100 പേരും പോയി പ്രാർത്ഥിച്ചു, 10 പേരുടെ ബിസിനസ് നന്നായി. അങ്ങനെ നടക്കുന്നുള്ളൂ. അല്ലാതെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ എല്ലാം നടക്കുന്നില്ലോ. നിങ്ങൾക്ക് തന്നെ അത് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ 10 പേരെന്താ വിചാരിക്കുന്നത്? ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ആ പാസ്റ്റർ തലയെ കൈവച്ചു, ആ ക്രൂസൈഡിൽ പോയപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുമെന്ന് പറഞ്ഞു, അത് സത്യമായിട്ട് നിറവേറി എന്നാണ് ഈ 10 പേര് വിശ്വസിക്കുന്നത്. 90 പേരെന്താ വിശ്വസിക്കുന്നറിയോ? അയ്യോ ഇത് തട്ടിപ്പാന്നല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, ഞങ്ങളുടെ വിശ്വാസം പോരാ. ആ 10 പേർക്ക് നല്ല ബിസിനസ് കിട്ടിയല്ലോ, അവരെ ഇവർക്ക് കാണാം. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ വിശ്വാസം എന്തോ കുറവുണ്ട്, ഞങ്ങൾ കുറച്ചും കൂടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, അടുത്ത ക്രൂസൈഡിന് പിന്നെയും വരാം, ഈ പുള്ളിക്ക് കുറച്ചും കൂടെ പൈസ കൊടുക്കാം, ഈ ക്രൂസൈഡിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ്. ഈ 100 പേരും പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിലും അതിൽ 10 ബിസിനസ്സുകൾ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇതൊരു പെർസെപ്ഷൻ്റെ പ്രോബ്ലമാണ്. പണ്ട് രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറഞ്ഞൊരു ചെറിയ കഥ, സഞ്ജയൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു കഥ, ചെറുപ്പകാലത്ത് എനിക്ക് 7ാം ക്ലാസ്സിലോ മറ്റോ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 പേര്, പഠിച്ചതാണോ വായിച്ചാണോ എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല, 2 പേര് കടൽ തീരത്തോടെ നടക്കുമ്പോഴാന്ന് തോന്നുന്നു കുറച്ച് രുദ്രാക്ഷ ഓർക്ക്, ഒരു ചാക്ക് നിറച്ച് രുദ്രാക്ഷ ഓർക്ക് കിട്ടുന്നു. അപ്പോൾ ഇവരിത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരുത്തൻ പറയാണ് ഇത് നമുക്ക് വിൽക്കാം, ഇത് വിറ്റ് കഴിയുമ്പം അവരെ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കും, വലിയ വിലയ്ക്ക് വിൽക്കാമെന്ന് അവർക്ക്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ആരെങ്കിലും വന്ന് വാങ്ങിക്കുമോ? നമ്മളൊരു പരസ്യം കൊടുക്കാൻ പോകുന്നു പത്രത്തിൽ, അതിമഹത്തമായ സിദ്ധികളുള്ള രുദ്രാക്ഷം ലഭിച്ചിരിക്കുന്നു, ഇത് കൈവശമാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്പത്ത് ലഭിക്കുന്ന ഒരു നോട്ടീസ് എടുത്തു. ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ സാക്ഷ്യങ്ങളുടെ ബഹളം. ഞങ്ങൾക്ക് ബിസിനസ് നന്നായി, ഞങ്ങളുടെ വീട് നന്നായി, ഞങ്ങളുടെ കുടുംബം നന്നായി, ഞങ്ങൾക്ക് പിള്ളേരുണ്ടായി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 100,000 സാക്ഷ്യം. അപ്പോൾ മറ്റോ ചോദിച്ചു ഇതെങ്ങനെ നടന്നു? ഈ രുദ്രാക്ഷം വെറും കല്ല നമുക്കറിയാലോ. അപ്പോൾ പുള്ളി പറഞ്ഞു 1000 പേര് കല്യാണം കഴിക്കും, 900 പേർക്കും കുഞ്ഞുങ്ങളുണ്ടാവും, ചിലപ്പോൾ ചിലർക്ക് ലേറ്റാവും. അവർ വിചാരിക്കും ഇത് രുദ്രാക്ഷം കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, അവർ പരസ്യം ചെയ്യാൻ പിന്നെയും വരും, അവർ സാക്ഷ്യം പറയും. 100 പേര് എക്സാം എഴുതുമ്പോൾ എങ്ങനെ വരും? 2 പേര്
ജയിക്കും, നല്ല റാങ്ക് മേടിക്കും. അവർ വരെ രുദ്രാക്ഷം കെട്ടിയോണ്ടാന്ന് വിചാരിക്കും. ഇങ്ങനെ എല്ലാവരുടെയും വിശ്വാസത്തിൽ ജയിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മുടെ ഈ പ്രോഡക്റ്റിനെ പിന്നെയും പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ്റൊരു വിചാരിക്കും ഞങ്ങളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ്. അപ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത് മതം എന്ന ബിസിനസ് എന്താണ്. അത് ഈ ശാപമുറിക്കൽ കാര്യം മാത്രമല്ല, ലോകത്തിലുള്ള ഏത് മതം നിങ്ങൾ നോക്കിയാലും, ഇനി വേളാങ്കണ്ണി പോകുന്ന കാര്യമായാലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നവരായാലും 100 പേര് പോയാൽ 10 പേര് പാസ്സാകുന്ന അവിടെ പോയതുകൊണ്ടല്ല, ആകണമെന്നില്ല. അതങ്ങനെയാണ് ലോകത്തിൻ്റെ നിയമം. അങ്ങനെയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ തത്വം. ഞാൻ ബയോളജിക്കലി അത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, പക്ഷേ ചില ആൾക്കാരങ്ങനെ ജയിക്കും, ചില ആൾക്കാരങ്ങനെ തോക്കും. അത് ദൈവം ചെയ്തൊരു അത്ഭുതമാണെന്ന് വ്യാഖ്യാനിച്ചാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഇതൊരു ആത്മീക തട്ടിപ്പും ബിസിനസ്സുമാണ്. നമുക്ക് ഇത്തിരിയെങ്കിലും ബോധവും വിവരം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരവും സാധാരണവും നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പം ചിന്തിച്ചേക്കാം, അത്ഭുതം ഇല്ല, രോഗസൗഖ്യങ്ങളില്ല, ഇതൊന്നും ഇല്ല എന്ന്. പക്ഷേ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന രോഗശാന്തിയുടെ വരം, അത്ഭുതങ്ങളുടെ വരം. അപ്പം ഈ പുതിയ നിയമസഭയിൽ പലപ്പോഴും ഇതിൻ്റെ ഒരു വളരെ കുറവ് പ്രകടമാകുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും അപ്പോൾ ഈ കൃപാവരങ്ങൾ നമ്മുടെ സഭകളിൽ വർക്ക് ചെയ്യുന്നില്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇത് വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രോസ്പെരിറ്റി തിയോളജിയാണ്. അതായത് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാം എന്നുള്ളൊരു തിയോളജി വന്നതോടുകൂടിയാണ് അത് മനുഷ്യർ വിശ്വസിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ രീതിയിലുള്ള കൃപാവരങ്ങൾ വർക്ക് ചെയ്യാത്തത്. ഉദാഹരണത്തിന്, രോഗസൗഖ്യം എന്തിനാണ്, ആർക്കാണ്? ഇത് ഞാൻ ഇത്തിരി കടുത്ത ഭാഷയായിരിക്കും ഉപയോഗിക്കുന്നത്. രോഗശാന്തി ആർക്കാണ്? ഇപ്പോൾ എനിക്കൊരു ക്യാൻസറോ ഹൃദ്രോഗമോ ഉണ്ടെന്ന് വിചാരിച്ചോ, എനിക്ക് രോഗശാന്തി വലിയ അത്യാവശ്യമൊന്നുമല്ല. കാരണം ഇന്ന് മരിച്ചാൽ ഞാൻ കർത്താവിൻ്റെ കൂടെയെന്ന് എനിക്കറിയാം. എന്നെ ആരെങ്കിലും പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരിക്കും, പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പോലും ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ മരിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. ഒരു വിശ്വാസി ഒരിക്കലും അവൻ്റെ രോഗത്തെക്കുറിച്ചോ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ ഒന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശരിക്കും ആർക്കാണ് രോഗസൗഖ്യം വേണ്ടത്? ഈ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ വിശ്വാസം അറിഞ്ഞിട്ടില്ലാത്തവർക്കാണ് രോഗസൗഖ്യം വേണ്ടത്. ഇപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന രോഗസൗഖ്യം എന്ന വരം ഈവാഞ്ചലിസ്റ്റുകൾക്കാണ്, അതായത് സുവിശേഷം പറയാൻ പോകുന്നവർക്ക്. സുവിശേഷം പറയാൻ ഒരു വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ രോഗിയായിരിക്കുന്നു, ഒരാൾ ഭൂതഗ്രസ്തനായിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നു, അവൻ എഴുന്നേൽക്കുന്നു. ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിശ്വാസി ഒരു അവിശ്വാസിയുടെ വീട്ടിൽ, വിശ്വാസമില്ലാത്ത ഒരാൾ, അവിശ്വാസി കലയാക്കി എന്ന് താഴ്ത്തി പറഞ്ഞല്ല, ഞങ്ങൾ ഒരു ചർച്ചിൽ പ്രസംഗിച്ച ശേഷം സാധാരണ അവിടെ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അയാൾ ബെഡിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പോലും വിശ്വസിച്ചില്ല അയാൾ എഴുന്നേക്കുമെന്ന്. പക്ഷേ അയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. 4 മണി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. 4 മണി കഴിഞ്ഞപ്പം എന്നെ കൊണ്ടുപോയി അയാൾ പറഞ്ഞു, അയാൾ എഴുന്നേറ്റ് റോഡിൽ നിൽപ്പുണ്ട്. അദ്ദേഹം മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞ കട്ടിലിൽ ബെഡിലുണ്ടായിരുന്നു. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. അത് അവിശ്വാസികളുടെ അടയാളമായിട്ടാണ് നടക്കേണ്ടത്. ഇത് നമ്മൾ ഈ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. നമ്മൾ വെളിയിറങ്ങി ആരുടെതൊന്നും ശുശ്രൂഷിക്കുന്നില്ല, വെളിയിലിറങ്ങി സഭ ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ വെപ്രാളം പിടിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയും, ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കട്ടെ, പോരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ശരിക്കും പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം അകത്തും നടക്കും, പുറത്തും നടക്കും. പക്ഷേ എന്തുകൊണ്ടത് നമ്മൾ കാണത്തക്ക രീതിയിൽ നിന്ന് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നമ്മുടെ ഈ ലോകത്തെ സ്നേഹിച്ച്, ലോകത്തെ കൂടുതൽ പ്രിയപ്പെട്ട്, ലോകത്തിൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ടാണ് ഇന്ന് ഭക്തിയെയും പ്രാർത്ഥനയെയും ശുശ്രൂഷകളെ ഉപയോഗിക്കുന്നുള്ളതാണ് അതിൻ്റെ കാരണം. കർത്താവിൻ്റെ ജീവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് അവൻ ഇഷ്ടമുള്ളിടത്തോളം കാലം ഈ ലോകത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള ആരോഗ്യവും ബലവും അവൻ തരും. ഇനി അഥവാ തന്നില്ലെങ്കിലും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ആൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞ ഒരു വാക്കുകളും അത്ഭുതങ്ങളെ അടയാളങ്ങളെ കുറച്ച് കാണുന്നതല്ല. ഏത് മനുഷ്യനും ജീവിതത്തിലും അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ ദൈവത്തിന് എപ്പോഴും സാധിക്കും. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ സഭയിൽ വിസിബിൾ ആകാത്തതിൻ്റെ കാരണം ബൈ റൂൾ നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖം അന്വേഷിക്കുന്നതുകൊണ്ടാണ്. ലോകത്തിൻ്റെ സുഖം അന്വേഷിക്കുമ്പോൾ ഈ ജീവിതം നീട്ടിക്കിട്ടിയാലും രോഗം മാറിയാലും നമ്മളിത് എൻജോയ്മെൻറ്റിന് വേണ്ടിയും ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശുദ്ധീകരണത്തിലേക്ക് വരാത്ത ഒരു സിറ്റുവേഷൻ ഇന്നുണ്ട്. അപ്പോൾ അതും ഇതിനൊരു കാരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ചുരുക്കി ഇത്രയും നമുക്ക് പറയാം. അത്ഭുതങ്ങളെ നോക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പക്ഷേ അത്ഭുതം ചെയ്യുന്നവനെ നോക്കരുത്, ഉയരത്തിലെ കർത്താവിനെ നോക്കുക. കാരണം അത്ഭുതങ്ങൾ ചെയ്യുന്നവരും ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവർ പോലും ആകണമെന്ന് നിർബന്ധമില്ല. അവർ പറയുന്ന വഞ്ചനയിൽ അകപ്പെടാതിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യത്തിൽ കേൾക്കുന്ന പിതാവ് നിങ്ങൾക്ക് ഉത്തരം തരും. വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും.
പക്ഷെ പ്രാർത്ഥിക്കുന്നവന് മഹത്വം പോകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവല്ല. അയാൾ കൈവച്ചാൽ, അയാൾ പ്രാർത്ഥിച്ചാൽ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ആത്മാവല്ല, അത് മനുഷ്യന് ഗ്ലോറി കൊടുക്കുന്ന കാര്യമാണ്. അവിടെയാണ് വഞ്ചനകൾ പെരുകുന്നത് എന്ന് ഓർക്കുക. ഇങ്ങനെ വഞ്ചിക്കപ്പെടാൻ നിന്ന് കൊടുക്കാതിരിക്കുക, സുബോധത്തോടെ ചിന്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഗോഡ് ബ്ലെസ് യു. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?